കാർഷിക വാർത്തകൾ. ദക്ഷിണേന്ത്യൻ നാളികേര വിപണിയിൽ വീണ്ടും വില തകർച്ച. വിദേശ ആവശ്യകത കുറഞ്ഞതും വൻകിട മില്ലുകാരുടെ വാങ്ങൽ മന്ദഗതിയിലായതും വെളിച്ചെണ്ണ, കൊപ്ര വിലകളെ ബാധിച്ചു. ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും താഴ്ന്നു. വിദേശ വിപണികളിൽ നിന്നുള്ള ആവശ്യകത കുറഞ്ഞതും വൻകിട മില്ലുകാരിൽ നിന്നും കൊപ്രയ്ക്ക് വേണ്ടത്ര ഡിമാൻഡ് ലഭിക്കാത്തതുമാണ് വിലയിടിവിന് പ്രധാന കാരണം. തമിഴ്നാട്ടിലെ കാങ്കയം വിപണിയിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 325 രൂപ കുറഞ്ഞ് 18,675 രൂപയായി. കൊപ്ര വിലയും താഴ്ന്ന് കിൻഡലിന് 12,500 രൂപയിലെത്തി. കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ കൊച്ചിയിലും കോഴിക്കോട്ടും വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഉൽപാദനം സ്ഥിരത പുലർത്തുമ്പോഴും വിപണിയിൽ ആവശ്യക്കാർ കുറയുന്നതാണ് വ്യാപാരികളെ ആശങ്കപ്പെടുത്തുന്നത്. വില തകർച്ച തുടർന്നാൽ കർഷകരുടെ വരുമാനത്തെയും നാളികേര മേഖലയിലെ വ്യാപാര പ്രവർത്തനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള റബ്ബർ വില കുതിക്കുന്നു. ചരിത്രത്തിലാദ്യമായി രാജ്യാന്തര വില 300 രൂപ പിന്നിട്ടു. ചരക്ക് ലഭ്യത കുറവും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും റബ്ബർ വിലയിൽ ഇനിയും കയറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ബാങ്കോക്ക് വില കിലോഗ്രാമിന് 304 രൂപയാണ്. 2011 ഫെബ്രുവരി 21 രേഖപ്പെടുത്തിയ കിലോഗ്രാമിന് 292.98 രൂപയായിരുന്നു ഇതിനു മുൻപത്തെ രാജ്യാന്തര റെക്കോർഡ്. ഇതാണ് ഇപ്പോൾ മറികടന്നത്. അന്ന് ആഭ്യന്തര വില 240 രൂപയായിരുന്നു. ഇന്നത്തെ RSS4 ആഭ്യന്തര വില കിലോഗ്രാമിന് 264 രൂപയാണ്. റബ്ബർ ബോർഡിന്റെ ഈ വിലയേക്കാൾ കൂടുതൽ നൽകിയാണ് പലയിടത്തും വ്യാപാരികൾ ചരക്ക് ശേഖരിക്കുന്നത്. ടയർ കമ്പനികളും സജീവമായി രംഗത്തുണ്ട്. ഇറക്കുമതി ഇപ്പോഴത്തെ നിലയിൽ ലാഭകരമല്ലാത്തതിനാൽ ടയർ കമ്പനികളുടെ പ്രതീക്ഷ ആഭ്യന്തര വിപണിയിലാണ്. വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികളും പറയുന്നത്. അതേസമയം കർഷകരുടെ കൈവശം ആവശ്യത്തിന് ചരക്ക് സ്റ്റോക്കില്ല. ഇനി മൺസൂൺ ടാപ്പിംഗ് സജീവമാകുമ്പോൾ മാത്രമേ ചരക്ക് വിപണിയിലേക്കെത്തൂ. ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കൊപ്പം ആഭ്യന്തര വിപണിയിലും റബ്ബറിന് വൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. ടയർ നിർമ്മാതാക്കൾ വ്യാപാരികൾ വഴി ഉയർന്ന വില നൽകി വിപണിയിൽ നിന്ന് റബ്ബർ സംഭരിക്കാൻ മത്സരിക്കുകയാണ്. വേനൽച്ചൂട് കാരണം കേരളത്തിലും ഉൽപാദനം പകുതിയായി കുറഞ്ഞിരുന്നതിനാൽ വിപണിയിൽ കർഷകരുടെ പക്കൽ വലിയ തോതിൽ സ്റ്റോക്കില്ലാത്ത സ്ഥിതിയാണ്. എങ്കിലും വിലയിലുണ്ടായ ഈ വൻ മുന്നേറ്റം കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ കാലവർഷം സജീവമായതോടെ കാർഷിക മേഖലയിൽ പ്രതീക്ഷകൾ ഉയരുന്നു. നെൽകൃഷി ഉൾപ്പെടെയുള്ള ഖരീഫ് വിളകളുടെ വിത്തിറക്കൽ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കൃഷിയിടങ്ങളിൽ തിരക്കേറുകയാണ്. നെൽകൃഷി, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ഖരീഫ് വിളകളുടെ കൃഷിപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യ മഴ ലഭിച്ചതോടെ പാടശേഖരങ്ങൾ ഒരുക്കുന്നതിനും വിത്തിറക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നതിനും കർഷകർ തയ്യാറെടുക്കുകയാണ്. ജലലഭ്യത മെച്ചപ്പെടുന്നതും ഭൂഗർഭ ജലനിരപ്പ് ഉയരുന്നതും കൃഷിക്ക് ഗുണകരമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മഴയുടെ ലഭ്യതയും വിതരണവും തൃപ്തികരമായി തുടർന്നാൽ ഈ വർഷം ഖരീഫ് കൃഷിയിൽ മികച്ച ഉൽപാദനം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. കൃഷി വകുപ്പും വിവിധ ജില്ലകൾ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പിന്തുണയും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.